ഇന്നത്തെ വീഡിയോ നമ്മൾ റാണീനെ കുറിച്ചാണ്. റാണിക്കൊരു സർജറിയൊക്കെ കഴിഞ്ഞ് മെനഞ്ഞാന്നായിരുന്നു, അതായത് 18-ാം തീയതി ആയിരുന്നു റാണിയുടെ സർജറി. അവളെ വന്നീകരിച്ചു. രാവിലെ അത് 9:30 ആയപ്പോൾ സർജറി തുടങ്ങി. ഒരു 10:30 10:45 സർജറി കഴിഞ്ഞ്. എന്നിട്ട് പിന്നെ അവളെ നമ്മളിഞ്ഞ് കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഷോപ്പിൽ പോയല്ലോ, അവൾക്ക് ഇവിടെ കൂട്ടില്ല. കാരണം അവൾക്ക് ബോധം വന്ന് വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ അന്ന് ഷോപ്പിൽ പോയില്ല, റാണിക്ക് ഫുൾ ഡേ കൂട്ടിരുന്നത്. എന്നിട്ടൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് ബോധം വന്നെങ്കിൽ ചെറുതായിട്ട് തലയിങ്ങനെ പൊക്കി എണീക്കാറൊന്നും ആയില്ല. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച്, എണീറ്റില്ല, ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 മണിയൊക്കെ ആവും നല്ലതുപോലെ അവൾ എണീക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4 മണി ആയപ്പോഴത്തേക്ക് അവൾ എണീറ്റ് കിടന്നിടത്തുനിന്ന് മാറി അങ്ങോട്ട് കിടന്ന്. പിന്നെ വെള്ളം അപ്പോഴും ഞാൻ കൊടുത്ത്, അന്നേരം വെള്ളം കുടിച്ചു. അന്നത്തെ ദിവസം വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. അപ്പം ഡോക്ടറെ വിളിച്ചപ്പം പറഞ്ഞ് വെള്ളം മാത്രം കുടിക്കുന്ന അത് മാത്രം കൊടുത്താൽ മതി, നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, സർജറി കഴിഞ്ഞ ഉടനെ ഡോക്ടർ ട്രിപ്പ് ഇട്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവന്നത്. ഇന്നലെ അവൾ പാലൊന്നും കുടിക്കുന്നില്ല. അങ്ങനെ പിന്നെ മുട്ടയൊക്കെ കൊടുത്തപ്പോൾ മുട്ടയുടെ ശകലം മഞ്ഞക്കരു പിന്നെ ഇറച്ചി കൊടുത്തു നോക്കി. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ കുറച്ച് പീസും കഴിച്ച്. അപ്പോൾ ഉച്ചയ്ക്കും അത് തന്നെ കൊടുത്ത്. അന്നേരം ഡോക്ടർ പിന്നെ ഞാൻ വിളിച്ചത് ഇങ്ങനെ റിപ്പീറ്റ് ഇത് തന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞ് ഫാറ്റ് ഉണ്ടായതുകൊണ്ട് അധികം അത് തന്നെ കൊടുക്കണ്ട, വേറെ ഫുഡ് എന്തെങ്കിലും കൊടുക്ക്. അപ്പോൾ അവൾ കഴിക്കുന്നില്ലെങ്കിൽ അവളെ നിർബന്ധിക്കേണ്ട, അവൾ വെള്ളം മാത്രം കുടിച്ചാലും പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ഗുളികയുണ്ട്, അത് രാവിലെയും വൈകുന്നേരം അരവെച്ച് കൊടുക്കാൻ പറഞ്ഞ്. പിന്നെ ബെറ്റാഡിൻ മുറിവിലിടണം, സർജറി ചെയ്തെടുത്ത് ബെറ്റാഡിൻ ഇടണം, അത് ചെയ്യുന്നുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം. നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം ബോധമില്ലാതെ കിടക്കുമ്പോഴേ ആ നാക്കൊക്കെ വെളിയിലോട്ടായി ഇങ്ങനെ കിടക്കുന്നതാണ് ഭയങ്കര വിഷമമായിരുന്നു. അണ്ണനൊന്നും ഒട്ടും സഹിക്കാനേ പറ്റിയില്ല. അപ്പോൾ ഇതുങ്ങളെ ഇങ്ങനെ സർജറി ചെയ്തപ്പോൾ അത് വല്ലാത്തൊരു വിഷമം, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അത് ഈ സിറ്റുവേഷൻ ഇങ്ങനെ അവർ നാക്കൊക്കെ വെളിയിലിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ അണ്ണനൊക്കെ ചങ്ക് പറഞ്ഞെന്ന് അണ്ണൻ പറഞ്ഞത്. ഇനി ഇങ്ങനെ ആരെയും ചെയ്യണ്ട, അവരെ നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി, നമ്മളെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇനിയുള്ളവരെ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, കാരണം നമുക്കത് താങ്ങാൻ പറ്റില്ല. അവരാ കിടത്തേയും ആ വേദനയുടെ അല്ല, അവരാ കിടത്ത് തളർന്നടിച്ചുള്ള ആ കിടത്ത് കാണുമ്പോൾ നമ്മളെ ചങ്കങ്ങ് പിടയും. ഓൾറെഡി ഇവളെ ഫുഡ് കഴിക്കാത്ത ഒരു പ്രകൃതമാണ് ഇവളുടേത്. എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല. അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കഴിക്കൂ. ഒരു ദിവസം നമ്മളിപ്പോൾ 3-4 നേരം ഫുഡ് കൊടുക്കാമെന്ന് വെച്ചാൽ കൊടുത്താലും അവൾ കഴിക്കില്ല. അവൾ എപ്പോഴെങ്കിലും ഒരു നേരം അവൾക്ക് തോന്നുകയും കഴിക്കും, ഇല്ലെങ്കിൽ അതും കഴിക്കത്തില്ല. പാലൊക്കെ വലിയ പാടാണ് കുടിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറം അവൾക്ക് തോന്നിയാൽ മാത്രം കഴിക്കും. ഇന്നിപ്പം രാവിലെ ഞാൻ പാലിൽ മുട്ട അടിച്ച് കൊണ്ടുവച്ച് കൊടുത്തപ്പോൾ കുറേ നേരം പുറക്കെ നടന്നപ്പോൾ ഒത്തിരി ഒരു പകുതി പാല് അതങ്ങ് കുടിച്ച്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രെഡും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് മണപ്പിച്ച് നോക്കിയിട്ട് ഈ ഇരിക്കുന്ന അല്ലാതെ അവൾ കഴിക്കുന്നില്ല, അവൾക്ക് വേണ്ട. റാണി ശരി, ഇന്നിപ്പോൾ 3 ആയതേ ഉള്ളൂ, 3 ദിവസം ആയത്. മെനഞ്ഞാന്നായിരുന്നു സർജറി. എന്നാലും അവൾ നടക്കിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സാധാരണ രീതിയിൽ തന്നെ നടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ പണ്ടും ഫുൾ ടൈം കിടത്തുള്ള ഒരാളാണ്, ആ ഒരു കിടത്ത ഇപ്പോൾ ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇവളുടെ കണ്ണിൻ്റെ കാര്യം ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, റാണിയുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ഈ കണ്ണിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കറുപ്പ് കാണുന്നുണ്ട്. ഇത് വൈറ്റിയും റാണിയും കൂടെ കൂട്ടിൽ കിടന്നപ്പോൾ കടുപിടി കൂട്ടിയപ്പോൾ വൈറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ് ഈ കാണുന്ന കറുപ്പ്. അവിടെ മുറിഞ്ഞായിരുന്നു, അവിടെ നല്ല രീതിയിൽ അങ്ങ് മുറിഞ്ഞ്, അതിപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. പിന്നെ അവളുടെ കണ്ണ് നമ്മളവളെ കൊണ്ടുവന്നപ്പോഴും അവളുടെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ കണ്ണുനീര് ഇങ്ങനെ ചൂട് കൂടുമ്പോൾ അവൾക്ക് ഇങ്ങനെ വെള്ളം പോലെ വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു കളറ് കാണും. അത് എപ്പോഴും ചൂട് കുറയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. കാണമ്മ ഒത്തിരി തിന്നുമോളെ, എന്നാ ഇച്ചിരി തിന്നടാ ചക്കര, എന്തുവാടാ. അവൾ കഴിക്കത്തില്ല, അവൾക്ക് തോന്നിയാണെങ്കിൽ മാത്രമേ. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ച് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അവൾ കിടന്നവള്. റാണി ക്ഷീണമുണ്ടാ മോക്ക്? മോക്ക് ക്ഷീണമുണ്ടാ? നമ്മൾക്ക് ഇങ്ങനെ ഈ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം, അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അന്നത്തെ ദിവസം ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അണ്ണൻ കരഞ്ഞില്ല എന്നേ ഉള്ളു, ഉള്ളിൽ പെടഞ്ഞിരുന്നത് അവിടെ. അവൾ എണീറ്റൊന്ന് നടന്നപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു ആശയം. ഒരു ദിവസം മൊത്തം നമ്മൾ ജീവൻ കൈ പിടിച്ചാൽ നിന്നത്. ഇവരെ ഈ സർജറി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത് പറ്റുന്ന കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ഗുളികയുണ്ട്,
അത് പകുതി രാവിലെ അത് കൊടുക്കണം. സർജറി കഴിഞ്ഞ് കൊണ്ടുവന്നതിൻ്റെ അന്ന് ഇവിടെ ബെഡ്റൂമിൽ തന്നെയാണ് നമ്മൾ കിടത്തിയിരുന്നത്. ബെഡ്റൂമിലാകുമ്പോൾ AC ഉണ്ട്. അപ്പോൾ അവൾക്ക് അവിടെ സുഖമായിട്ട് AC ഇട്ട് കൊടുത്താൽ തണുപ്പിൽ കിടത്തിയിരുന്നത്. എന്നിട്ട് ഞാനവിടെ ഇരുന്നേത് എങ്ങാനും എന്തെങ്കിലും ഞെട്ടി ഉണരി എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതി. പിന്നെ അന്ന് രാത്രി മൊത്തം നമ്മളവിടെ ആയിരുന്നു, ബെഡ്റൂമിലായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഷോപ്പിൽ പോയെങ്കിലും അവളെ റൂമിനകത്ത് തന്നെ ആക്കിയിട്ട് AC ഇട്ട് പിന്നെ തണുപ്പ് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം തണുപ്പിലിട്ട് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് അണ്ണൻ വന്ന് നോക്കും. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൊടുത്ത പാൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാല് തട്ടിച്ചരിച്ച് കളഞ്ഞ ആശാട്ടി. ഈ ഫുഡ് നേരത്തെ കഴിക്കുന്ന ശീലം വളരെ കുറവാണ് അവൾക്ക്. അപ്പോൾ ആ ഫുഡ് കഴിക്കാത്തതിൻ്റെ കാരണം അവൾക്ക് ഈ ആരോഗ്യക്കുറവുണ്ട്. അവൾ കഴിക്കില്ല. നമ്മൾ എന്തൊക്കെ നിർബന്ധിച്ച് ഏതൊക്കെ രീതി എങ്ങനെയൊക്കെ ഫുഡ് കൊടുത്താലും അവൾ കഴിക്കത്തില്ല. മുട്ടയൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഡെയിലി മുട്ട കൊടുത്താൽ അത് ഡോക്ടറിന് ഫാറ്റ് പ്രശ്നമാണ്, അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ മുട്ട കൊടുക്കുന്നത്. അവൾക്ക് ഇഷ്ടം ഉണ്ടായതുകൊണ്ട്. അത് പാല് കുടിക്കട്ടെ എന്ന് കരുതി ചിലപ്പോൾ മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇപ്പം കൊച്ച് ഒരു തരത്തിൽ ആഹാരം അവൾ ഉറങ്ങുകയാണ്, നല്ല ക്ഷീണമുണ്ട്. പിന്നെ റാണിയുടെ ഈ കണ്ണിൽ കണ്ട കണ്ണുനീറിൻ്റെ ഗ്രന്ഥി ശകലം വെളിയിലോട്ട് ഇങ്ങനെ തള്ളിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ ഇപ്പോൾ ഈ സർജറി ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞതും കൂടെ ആ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡോക്ടറിന് ഇതിൻ്റെ കൂടെ അതും കൂടെ പെയിൻ കൊടുക്കണ്ട, സംസാരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് കേട്ടോ. ഇപ്പോൾ അകത്ത് കിടക്കാൻ താല്പര്യമില്ല. ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ കിടന്നു. ഇപ്പോൾ അങ്ങനെ കിടക്കാൻ താല്പര്യമില്ല. വെളിയിൽ കിടക്കാനാണ് ഇപ്പോൾ അവൾക്ക് താല്പര്യം. ഇപ്പോൾ ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്ന് അകത്തുകൊണ്ട് ഫുഡ് കൊണ്ട് കൊടുക്കുക. കാരണം വെളിയിലുള്ള വയറ്റ് ഉണ്ടായോണ്ടേ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ ആണ്ട് അവൾ വന്ന് അതിനകത്തിട്ട് പിടിക്കും. അവൾക്ക് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവിടെ കഴിഞ്ഞെടുത്ത് അകത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഫുഡ് കൊടുത്തതാണ്. ആളിന് നല്ല ക്ഷീണമുണ്ട്. ഡോക്ടറെ അടുത്ത് ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു, ഇന്നലെ വൈകിട്ട് സംസാരിച്ചു. വേണ്ട ആശാട്ടി ഇപ്പോൾ അവിടെ നിന്ന് എണീറ്റ് സിറ്റ് ഔട്ടിൽ വന്ന് ഇന്ന് രാവിലെ ഞാൻ തുടച്ച സിറ്റ് ഔട്ടാണ് ഇത്. അവളിതാ ഇവിടെ വന്ന് പനിനീര് കളിച്ച് വെച്ച് ഗ്രില്ലടച്ചിരുന്നോണ്ട് അവളവിടെ വന്ന് മൂത്രം കഴിച്ചത്. വൈറ്റിയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമാണ്. വൈറ്റമ്മ ഇവിടെ നിൽപ്പുണ്ട്, റാണി ഇവിടെ നിൽക്കുകയാണേ. ഇപ്പോഴും നല്ല ദേഷ്യമാണ് വൈറ്റിയുടെ അടുത്ത്. ദേഷ്യന്നുണ്ടോ? അതിനൊരു കുറവുമില്ല. ഇത്ര ദേഷ്യം പെൺപിള്ളേർക്ക് പാടുണ്ടോ? അത് നിന്റെ അനിയത്തിയല്ലേ, നിന്നെ എങ്ങനെ ദേഷിക്കണേ? ഞാൻ അവളവിടെ കിടന്ന് ഉറങ്ങുമല്ലേ എന്ന് കരുതി ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോയതാ. അപ്പോഴത്തേക്ക് അവൾ എണീറ്റ് വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. നോക്കിയപ്പോൾ ഇവിടെ വന്നിന്ന് മൂത്രം ഒഴിക്കുന്നു. ആണി നമുക്ക് ചിക്കനും ബ്രെഡും കഴിച്ചാലോ? ആണമ്മ നമുക്ക് എല്ലാം കഴിക്കാം. ഫുഡ് എടുത്തുകൊണ്ട് തരട്ടാ മോക്ക്? ഞാൻ പറയുന്ന ഒന്നുമല്ല ശ്രദ്ധിക്കുന്നത്, ഇവളിവിടെ വന്ന് നിൽക്കുന്നത്, അതാണ് ഈ ശ്രദ്ധിക്കുന്നത്. അവളെ കണ്ടൂടെ ഈ കൊച്ചിന്? എന്ത് വേണോ എന്തോ. എനിക്ക് തോന്നുന്നു ജിമ്മി ഇനി ഇവിടെ പുറക്കെ പൊയ്ക്കളയോ എന്നുള്ള ഒരു ഈ അസൂയ ഉണ്ടല്ലോ, അതങ്ങാണായിരിക്കും. റാണിച്ച നാനി അവിടെ കിടക്കുവാണാ? നമുക്ക് അകത്ത് പോയി കിടക്കാം. അകത്ത് പോയി കിടക്കാം. അത് റാണി വയറ്റിനെ മൂപ്പിക്കാൻ പോവുകണ്ട, വയറ്റിയെടുത്ത് ദേഷിക്കാൻ പോവുക. അവളവിടെ കിടന്നപ്പോഴത്തേക്കും അവിടെ ചടുത്ത് നിന്ന് വിരട്ടി അവളെ എണീപ്പിച്ചിട്ടുണ്ട്. അവളെ എണീറ്റ് നടന്നൊക്കെ തുടങ്ങി, പ്രശ്നമൊന്നുമില്ല. ഏതാണ്ട് ഈ സൈഡിൽ ബാക്ക് സൈഡിൽ ഇവിടെ സൈഡിലായിട്ടാണ് നമുക്ക് സർജറി ചെയ്തിരിക്കുന്നത്. ഞാൻ റാണി നമുക്ക് ഫുഡ് കഴിക്കാം. വൈറ്റീനെ നോക്കുക, വൈറ്റി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അവൾ എവിടെ പോയി നോക്കി. അവളെ ജിമ്മിച്ചേട്ടൻ്റെ അടുത്തെങ്ങാണ് അവൾ പോയോ എന്നുള്ളതാണ് ഈ നോക്കുന്നത്. 3-4 ദിവസം കൂടെ ഒക്കെ എടുക്കുക അവൾ ഇത്തിരിയും കൂടെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി. അവിടെ ആ സൈഡിലാണ് അവൾക്ക് സർജറി ചെയ്തിരിക്കുന്നത്. സർജറി ചെയ്തെടുത്ത് അങ്ങനെ അധികം നക്കുന്നതൊന്നും കാണുന്നില്ല. നമ്മൾ വെറ്റാടിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് വെളിയിൽ പോകണം. അവൾക്ക് ഇവിടെ ഇങ്ങനെ അകത്തിപ്പം കിടക്കുന്ന ഇഷ്ടമല്ല. പിന്നെ വെളിയിൽ ഈച്ചയൊക്കെ അടിക്കേണ്ടതെന്ന് കരുതിയാണ് അവൾ ഈ പരിക്കകത്ത് തന്നെ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പം ഇന്നോട്ട് കൂട്ടിലാക്കാമെന്ന് കരുതുക. കാരണം അവൾക്ക് അകത്ത് കിടക്കാൻ ഇഷ്ടമല്ല കേട്ടോ. വാ റാണമ്മ ഇതൊന്ന് കഴിച്ചേ, ഇതൊന്ന് കഴിച്ചേ. ഇച്ചിരി അല്ലേ ഉള്ളൂ, ഇച്ചിരി ഞാൻ കഴിച്ചേ മക്കള്. തിന്ന, കുറച്ച് തിന്ന. മണത്ത് നോക്കുന്നേ ഉള്ളൂ, കഴിക്കത്തില്ല. ഉണ്ടാ ഭയങ്കര സാധനം. എന്നാ ചിക്കൻ കഴിച്ചതാ, ഇങ്ങോട്ട് നോക്കിയാ റാണി. അവിടെ കിടക്കണം, അവൾക്ക് കിടന്നാൽ മതി. കിടക്കും. വേദനയുണ്ട്, സൈഡ് ചെറിയ വേദന കാണും. പിന്നെ മോളെ ഇച്ചിരി തിന്നെ, വാരി തരാം. കഴിച്ചേ, നമുക്ക് വേണ്ട. റാണിയുടെ ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇവിടെ അപ്ഡേഷൻ ഞാൻ ഇട്ടിരിക്കാം.